ബിഗ് ബോസ് മലയാളം സീസൺ 7 പ്രമോ എവിടെ എന്നൊക്കെ പ്രേക്ഷകരൊക്കെ ചോദിച്ചു തുടങ്ങി. പല വീഡിയോയിലും കമന്റുകളായിട്ടും നമ്മുടെ ചാനലിലാണെന്നുണ്ടെങ്കിലും നമ്മുടെ തന്നെ മറ്റ് ചാനലിലാണെന്നുണ്ടെങ്കിലും ബിഗ് ബോസുമായി ബന്ധപ്പെട്ട യൂട്യൂബിൽ വരുന്ന പല ചാനലുകളുടെ അടിയിലും ഈ സീസൺ 7മായി ബന്ധപ്പെട്ട് പ്രമോ എവിടെ, കാരണം ചാനലുകളൊക്കെ പറഞ്ഞു തുടങ്ങിയിരുന്നു ഈ ഒരാഴ്ച സീസൺ 7ന്റെ ഫസ്റ്റ് പ്രമോ വരാനുള്ള സാധ്യതകളൊക്കെ ഉണ്ടെന്ന്. അതുപോലെ നമ്മൾ ഫെബ്രുവരി മുതൽ പറയുന്നതാണ് മാർച്ച് എൻഡ് അല്ലെങ്കിൽ ഏപ്രിൽ ഫസ്റ്റ് വീക്ക് മിഡോട് കൂടിയൊക്കെ ഫസ്റ്റ് പ്രൊമോ സീസൺ 7ന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിടാനുള്ള സകല സാധ്യതകളും ഉണ്ടെന്ന്. പിന്നെ ബിഗ് ബോസ് ആണ്, അവർ കുറച്ച് ഡിലേയും കാര്യങ്ങളും ഒക്കെ പല കാര്യങ്ങളിലും വരും. കഴിഞ്ഞ ഒരു സീസൺ തന്നെ ഫെബ്രുവരിയിൽ അവസാനം തുടങ്ങാനിരുന്ന സീസൺ തന്നെ മാർച്ച് ഇതിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഓരോ ടെക്നിക്കൽ റീസൺസ് അവരുടേതായ കാരണങ്ങൾ കൊണ്ട് പല ഇതിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറും. അതുപോലെ ഈ ഒരു സീസൺ ഈ പറയുന്നത് പോലെ ഓഗസ്റ്റ് ഫസ്റ്റ് സെക്കൻഡ് വീക്കോട് കൂടിയൊക്കെയാണ് പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നിലവിൽ അറിയുന്നത്. അപ്പം ഇപ്പൊ തന്നെ പ്രൊമോ ഒന്നും പുറത്തു വിടേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ ഈ പറയുന്നത് പോലെ നമ്മുടെ കോമണേഴ്സിന്റെ പ്രൊമോ ഒക്കെ ചിലപ്പോൾ നേരത്തെ വിടാനുള്ള സാധ്യതകളാണ് നമ്മൾ പറഞ്ഞത്. ഇപ്പോഴും അത് തന്നെയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഏഷ്യാനെറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു പോസ്റ്റ് ഒക്കെ ഇട്ടിരുന്നു കമ്മ്യൂണിറ്റിയിൽ. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ വീഡിയോ ഇടാതിരുന്നത് നമ്മളിത് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ആയതുകൊണ്ടാണ്. അപ്പൊ പ്രൊമോയുമായി ബന്ധപ്പെട്ട് ഇതിനെന്തെങ്കിലും ഉണ്ടോ, പ്രൊമോ വരാനുള്ള സാധ്യതകളുണ്ടോ, പ്രൊമോ ഹൈഡ് ചെയ്തുകൊണ്ട് ബറോസുമായി ബന്ധപ്പെട്ട ഒരു പോസ്റ്റ് ആണോ ഇട്ടത്? കാരണം സംതിങ് ബിഗ് ഈസ് കമ്മിങ്, സ്റ്റേ ട്യൂൺ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റാണ്. അപ്പോൾ അതിനകത്ത് പല യൂട്യൂബേഴ്സും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ളവരൊക്കെ അതിനെ ഡീകോഡ് ചെയ്ത് അത് ബിഗ് ബോസിന്റെ പ്രൊമോ വിടാൻ വേണ്ടിയിട്ടാണ്. കാരണം ബറോസിന്റെ ആ ഒരു ലോഗോയൊക്കെ വെച്ചിട്ട് അതിനകത്ത് നമ്മൾ ഈ പറയുന്നത് പോലെ 7 വരകളൊക്കെ ഉള്ളത് കൊണ്ടും ബിഗ് എന്ന് പറയുന്നത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് പല യൂട്യൂബേഴ്സും ഡീകോഡ് ചെയ്ത് പ്രേക്ഷകരിലേക്കൊക്കെ എത്തിച്ചു. ഇതിപ്പം ബിഗ് ബോസിന്റെ ഐ ലോഗോ വരാൻ പോകുന്നുണ്ട്, കോമണേഴ്സിന്റെ പ്രൊമോ വരാൻ പോകുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് അവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. എല്ലാ യൂട്യൂബേഴ്സും ഇതിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിക്കും, കുറെ വീഡിയോസ് ഒക്കെ ഇറക്കി. ഇത് അവർ പബ്ലിസിറ്റി മാത്രമാണ് ഉദ്ദേശിച്ചത്. എങ്ങനെയെങ്കിലും ബറോസ് ഈ പറയുന്നത് പോലെ അടുത്ത ദിവസം വരുമ്പോൾ കുറെ ഓഡിയൻസ് ഉണ്ടാവണം കാണാൻ വേണ്ടിയിട്ട്. കാരണം തിയേറ്ററിൽ വന്ന് വൺ ഫ്ലോപ്പ് ആയി പോയ ഒരു സിനിമയാണ്. അപ്പൊ പ്രീമിയർ പോകുമ്പോൾ കുറെ ഓഡിയൻസ് ടിവിയിൽ ഇരുന്ന് ഈ ഒരു സിനിമ കാണണം. അതിനു വേണ്ടിയിട്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കാനും അല്ലെങ്കിൽ പ്രേക്ഷകർക്കിടയിൽ ഒരു ഹൈപ്പ് ഉണ്ടാക്കാനും യൂട്യൂബേഴ്സ് ഒക്കെ എടുത്തിട്ട് വീഡിയോ ഇട്ട് ഒരു പബ്ലിസിറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് അവർ തന്നെ മനഃപൂർവ്വം അതിനകത്തൊരു ഹിഡൻ ടാർഗറ്റ് ഒക്കെ വെച്ചിട്ട് ഇറക്കിയതാണ്. അവർ ചിലപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പ്രൊമോ ഒക്കെ വിട്ടേക്കാൻ, വിടാതിരിക്കുക, അതൊക്കെ മറ്റു കാര്യങ്ങൾ. കാരണം ബിഗ് ബോസിന്റെ പ്രൊമോ വിടാനാണെന്നുണ്ടെങ്കിൽ അവർക്ക് അല്ലാതെ തന്നെ വിടാം. അല്ലാതെ തന്നെ വിഷുവിന് എന്താ വിടാമായിരുന്നു, അല്ലാത്ത ദിവസങ്ങളിൽ ഏതെങ്കിലും പ്രൈം ടൈം നോക്കിയിട്ട് ഈ ഒരാഴ്ച വിടാം. അതൊക്കെ അവർക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. ബട്ട് അവർ ഈ ഒരു സിനിമയെ കൂടി കുറച്ച് ഹൈപ്പിലേക്ക് കൊടുക്കാൻ, പ്രേക്ഷകരൊക്കെ ആ സിനിമ ഇരുന്ന് കാണണം, സിനിമയ്ക്ക് ഇടയ്ക്ക് വിടുമെന്നൊക്കെ രീതിയിൽ കുറച്ച് ആടൊക്കെ പോവുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഈ ഒരു സിനിമ കുത്തിയിരുന്ന് കാണും. ബിഗ് ബോസിന്റെ പ്രേക്ഷകരൊക്കെ ഐ ലോഗോ വരുമോ എന്നൊക്കെ നോക്കി, അതുപോലെ തന്നെ കോമണേഴ്സിന്റെ പ്രൊമോ അവർക്ക് അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ അറിയാൻ വേണ്ടി എല്ലാവരും കുത്തിയിരുന്ന് കാണും. അപ്പൊ ആരും ഇതൊന്നും കുത്തിയിരുന്ന് കാണുകയൊന്നും വേണ്ട. പ്രൊമോ വരികയാണെന്നുണ്ടെങ്കിൽ വന്നോളും. അത് കഴിഞ്ഞും ഈ പറയുന്നത് പോലെ ടിവിയിൽ ഇതിന്റെ ആട് പോകും. അപ്പൊ ഈ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ സിനിമ കാണാൻ വേണ്ടിയിട്ടുള്ളവർക്ക് കാണാം. അതല്ല പ്രൊമോയ്ക്ക് വേണ്ടിയിട്ട് സിനിമയൊന്നും ഇരുന്ന് കാണേണ്ട കാര്യമില്ല. ഐ ലോഗോ വരുമോ അല്ലെങ്കിൽ കോമണേഴ്സിന്റെ പ്രൊമോ വരുമോ, ഇതൊന്നിനെ കുറിച്ച് ഒരു വ്യക്തതയില്ല. ഇപ്പോൾ തന്നെ ഐ ലോഗോ ഒക്കെ പുറത്ത് വിടുമോന്ന് എനിക്കൊരു സംശയമുണ്ട്. ഞാൻ മുൻ വീഡിയോയിൽ ഇത് തന്നെ പറഞ്ഞിരുന്നു. കോമണേഴ്സിന്റെ പ്രൊമോ ആയിരിക്കണം മോസ്റ്റ് പ്രോബബ്ലി അവർ ആദ്യം തന്നെ വിടുന്നത്. ബട്ട് ഒരു ബിഗ് ബോസ് വരാൻ പോകുക എന്നുള്ള ഒരു അറിയിപ്പൊന്നും കൊടുക്കാതെ, നമ്മുടെ ഐ ലോഗോ ലോഞ്ച് ചെയ്യാതെ കോമണേഴ്സിന്റെ പ്രൊമോ ഒക്കെ വിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബിഗ് ബോസ് സീസൺ തന്നെ ഒരു ഹൈപ്പ് ഇല്ലാത്ത രീതിയിലേക്ക് ആയി പോകും. എന്താണെങ്കിലും നമുക്ക് നോക്കാം. കോമണേഴ്സിന് പങ്കെടുക്കാനുള്ള ഒരു പ്രൊമോ പോലെ ഒരെണ്ണം നമ്മുടെ ഈ ഒരു ആഴ്ചകളിൽ തന്നെ ഇവർ എത്തിക്കുമെന്ന് തന്നെയാണ് അറിഞ്ഞത്. അത് പ്രകാരമാണ് നമ്മളും വീഡിയോയും കാര്യങ്ങളും ഒക്കെ ചെയ്തത്. എന്താണെങ്കിലും മിക്കവാറും നാളെ തന്നെ അവർ ഇത് പുറത്തേക്ക് ഇറക്കുമായിരിക്കും. കാരണം ഇതുമായി ബന്ധപ്പെട്ട് പല ചർച്ചകളും നടന്നു. ബറോസ് ഇറങ്ങുന്നു, അപ്പൊ അതിനുള്ളിൽ ഇതും കൂടെ വിടുവാണെന്നുണ്ടെങ്കിൽ എല്ലാവരും നോക്കിയിരുന്നത് പ്രകാരം ഒരു പ്രൊമോ വന്നു, ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ഒരു പ്രൊമോ വന്നു. അതോടൊപ്പം തന്നെ അത് കാണാൻ വേണ്ടി ഇരുന്ന് കുറെ പേരെങ്കിലും ബറോസ് സിനിമയും കാണുമല്ലോ എന്നൊക്കെ കരുതി അവർ ഇത് ടെലികാസ്റ്റ് ചെയ്യാനൊക്കെയുള്ള സാധ്യതകളുണ്ട്. ഇതൊക്കെ ഒരു ബിസിനസ് പരമായി കണ്ടിട്ട് അവർ ഈ ഓഡിയൻസിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസ്റ്റ് ഒക്കെ ഇറങ്ങിയത്. കുറെ പേര് ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ഒക്കെ ഇട്ട് പ്രേക്ഷകരെ തെറ്റിദ്ധരിപ്പിക്കുമെന്ന് അറിയാം. അപ്പൊ എന്താണേലും അതിനുവേണ്ടി സിനിമ കാണാൻ ആരും കുത്തിയിരിക്കുമൊന്നും വേണ്ട. കാരണം ആ ഒരു സിനിമയുടെ അവസ്ഥയൊക്കെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ പ്രൊമോ ഒക്കെ വരുവാണെന്നുണ്ടെങ്കിൽ വീഡിയോ ആ സമയത്തിടാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഇടുന്നതായിരിക്കും. അതുകൊണ്ട് ആരും അതേക്കുറ്റി ഓർത്ത് ഇരിക്കുകയൊന്നും വേണ്ട. എന്തായാലും പ്രൊമോ അടുത്ത് തന്നെ വരും. അപ്പൊ നാളെ തന്നെ വരുമെന്ന് കരുതാം. ഇൻ കേസ് വന്നില്ലെങ്കിൽ പോലും അടുത്ത് തന്നെ വരും. കാരണം കഴിഞ്ഞ മാസം അവസാനം തൊട്ട് അവർ പ്ലാൻ ചെയ്യുന്നതാണ്. ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഒക്കെ കൊണ്ടാണ് അവർ റിലീസ് ചെയ്യാൻ വൈകുന്നത്. പിന്നെ ബിഗ് ബോസ് ഈ പറയുന്നത് പോലെ ആഗസ്റ്റ്
സെക്കൻഡ് വീക്കോട് ഒക്കെയാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. അപ്പം പിന്നെ നമ്മളും ധൃതി പിടിച്ചിട്ട് കാര്യമില്ല. ധൃതി പിടിച്ചത് വന്നിട്ട് നമുക്കും പ്രത്യേകിച്ച് ഇതുമായി ബന്ധപ്പെട്ടൊന്നും കിട്ടാനുമില്ല. അപ്പം നമുക്ക് നോക്കാം. എന്താണെന്നുണ്ടെങ്കിൽ ഓഡീഷൻസ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. നല്ല ആൾക്കാരെയൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് കേൾക്കുന്നത്. അപ്പം നമ്മുടെ പ്രഡിക്ഷൻ ലിസ്റ്റും കാര്യങ്ങളും ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ പോയി നോക്കുക. ഇതിൽ നിന്നൊക്കെയാണ് കോളുകളൊക്കെ പോകുന്നത്. അതുപോലെ പാർട്ട് 1 പാർട്ട് 2 എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മറ്റൊരു ചാനലിലും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം എല്ലാവരെയും ഉൾപ്പെടുത്തി ഇട്ടിട്ടുണ്ട്. കാരണം വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഞാൻ പ്രഡിക്ഷൻ ലിസ്റ്റുകളൊന്നും ഇടണ്ടല്ലോ. അപ്പൊ കുറച്ച് ആൾക്കാരുടെ പേരൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇവരെയൊക്കെ വിളിക്കുന്നുണ്ടെന്നും അതുപോലെ തന്നെ വരാൻ സാധ്യതകളുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടും നമ്മൾ പറഞ്ഞ ലിസ്റ്റിലുള്ളവരും പുതിയ കുറച്ച് ആൾക്കാരുടെ, അപ്പൊ ഒരു 10 പേരെങ്കിലും കിട്ടാതെ എങ്ങനെയാണ് വീഡിയോ ഇടുന്ന ഓർത്തിട്ടാണ് ഇടാതെ ഇരിക്കുന്നത്. എന്താണെങ്കിലും കുറച്ച് പേരും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ അടുത്തൊരു പ്രഡിക്ഷൻ ലിസ്റ്റ് അല്ലെങ്കിൽ വിളിക്കാൻ സാധ്യതയുള്ള ആൾക്കാരുടെയൊക്കെ ഉൾപ്പെടുത്തി ഒരു വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പൊ നാളത്തേക്ക് ഈ പ്രൊമോ അതിന്റെ കാര്യത്തിന് എന്താകുമെന്ന് നമുക്ക് നോക്കാം. വേറെ തടസ്സങ്ങളൊന്നും ഇല്ലെങ്കിൽ മിക്കവാറും കോമണേഴ്സിന്റെ ഒരു പ്രൊമോ നാളെ ഈ ഒരു ബറോസിന്റെ ഇടയ്ക്ക് ഇവര് റിലീസ് ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. അപ്പം ബിഗ് ബോസിന്റെ പ്രേക്ഷകരാരും നിരാശപ്പെടേണ്ട. സംഭവമൊക്കെ അണിയറയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. സീസൺ 7 ഈ പറയുന്നത് പോലെ ഓഗസ്റ്റിൽ തന്നെ, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ദിവസങ്ങളുടെ വ്യത്യാസം ഉണ്ടായാലും ഈ ഒരു വർഷം തന്നെ സീസൺ ഉണ്ട്, വന്നിരിക്കും. അപ്പം പ്രൊമോ നമുക്ക് നോക്കാം നാളെ വരുമോ ഇല്ലയോ എന്ന്. അപ്പൊ കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളൊക്കെ നമ്മൾ പുറകെ എത്തിക്കുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിൽ കാണാം.